അപ്പോൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് രൂപപ്പെട്ടു വന്നതാണ്. FCRA ബില്ല്, അതിൻ്റെ അമെൻമെൻറ്റ് ബില്ല് 2026 കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കുന്നു എന്ന് പെട്ടെന്ന് ഒരു അറിവുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ പല പ്രതികരണങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. ഇന്നലെ രാത്രിയിൽ വാസ്തവത്തിൽ KCBC അടിയന്തരമായിട്ട് ഓൺലൈനിലൊരു യോഗം കൂടുകയുണ്ടായി. ഇതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കുവാനും പ്രതികരിക്കുവാനുമായിട്ട് പ്രത്യുത്തരങ്ങൾ നൽകുവാൻ. കാരണം നിങ്ങളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് മീഡിയ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു KCBCയുടെ പ്രതികരണം എന്താണെന്നുള്ളത്. അപ്പോൾ അത് പൊതുവായിട്ട് KCBCയുടെ ഒരു ചർച്ചയ്ക്ക് ഫലമായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ വിവരങ്ങൾ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്നലെ അടിയന്തരമായിട്ട് യോഗം കൂടി. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ പോലെയുള്ളത്, നമ്മൾ ഈ നിയമം അല്ലെങ്കിൽ FCRAയ്ക്ക് വളരെ കർക്കശമുള്ള നിയന്ത്രണ നിയമങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. 2010 മുതൽ വളരെ ശക്തമായ നിയമങ്ങൾ ഇവിടെയുണ്ട്. ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് അറിയാതെ ഒരു ഏജൻസിക്കും ഇവിടെ ലഭിക്കുകയില്ല. മുൻകാലങ്ങളിലാണെങ്കിൽ ഓരോ ഏജൻസിയും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ബാങ്കുകളിൽ പണം വരികയും അത് കൈകാര്യം ചെയ്യുകയും ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അമെൻമെൻറ്റ് കൊണ്ടുവന്ന് FCRA ഫണ്ടുകൾ മുഴുവനും ഡൽഹിയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിതമായ ബ്രാഞ്ചിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് പണമെല്ലാം വരുന്നത്. അത് ഗവൺമെൻറ് അറിഞ്ഞു തന്നെയാണ് വരുന്നത്. പിന്നീട് പണം വന്നു കഴിഞ്ഞാൽ ആ പണം വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഓരോ നയാ പൈസയും വിനിയോഗിക്കുന്നതിനുള്ള കൃത്യമായ കണക്കുകൾ വർഷാവർഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മൾ എല്ലാ ഏജൻസികളും സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അവിടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അത് വിളിച്ച് വിശദീകരണങ്ങൾ ചോദിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ഒക്കെ ചെയ്യാനുള്ള നിയമങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നിയമത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഈ നിയമം ഇങ്ങനെ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചത് കൂടുതലും കത്തോലിക്ക സഭയും അല്ലെങ്കിൽ ക്രൈസ്തവ സഭാ നേതൃത്വവും ഒക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പലരും ആക്ഷേപകരമായ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 16,000-ലധികം FCRA ലൈസൻസുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ ഒരു 10% അല്ലെങ്കിൽ 12% മാത്രമേ ഉള്ളൂ ക്രൈസ്തവ സഭകൾക്കുള്ളൂ. ബാക്കിയെല്ലാം ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം പ്രസ്ഥാനങ്ങൾ, ഇതൊന്നുമല്ല മതവുമായിട്ടൊന്നും ബന്ധപ്പെടാതെയുള്ള NGOസും ഒക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ മറ്റാരും ഇതിനെക്കുറിച്ച് ഇത്രയുമൊന്നും കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല. പിന്നെ എന്താണ് ക്രൈസ്തവ സഭ മാത്രം പ്രതികരിക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇത് ക്രൈസ്തവ സഭ സംസാരിക്കുന്നത് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല. ഈ FCRA എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിയമപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം വല്ലാത്ത രീതിയിൽ ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരും ദളിതരും ആദിവാസികളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഈ സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിലുള്ള അമിതമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിലുള്ള അപകടകരമായിട്ടുള്ള വ്യവസ്ഥകൾ മുൻകാല പ്രാബല്യത്തോടുകൂടെ ഏതെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലൈസൻസ് ഇപ്പോൾ റിന്യൂ ചെയ്യണം. ലൈസൻസ് റിന്യൂ ചെയ്യുക, ഇതിൻ്റെ അകത്തുള്ളൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും ഒരു ഏജൻസി, അത് റിന്യൂ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുമായ ഏജൻസിക്ക്, റിന്യൂവൽ തരേണ്ടതുമായ ഏജൻസി, റിന്യൂവൽ നിഷേധിക്കുന്നതുമായ ഏജൻസി, എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞെന്നാൽ അത് എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നോ എന്തുകൊണ്ട് റിന്യൂ ചെയ്യുന്നില്ല എന്നോ ഒന്നും നമ്മളോട് പറയുന്നില്ല. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഫ്രീസായി എന്നുള്ളൊരു അറിയിപ്പ് മാത്രമാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഈ ഫോറിൻ ഫണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ കൂടെ ലോക്കൽ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും ആർജിച്ചിട്ടുള്ള ആസ്തികളും സംവിധാനങ്ങളും എല്ലാം കോൺഫിസ്കേറ്റ് ചെയ്യാൻ, പിടിച്ചെടുക്കുവാനുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അത് വാസ്തവത്തിൽ വല്ലാത്ത ഒരു നീതി നിഷേധമാണ്. മാത്രവുമല്ല, അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതിനും ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾക്കുമെല്ലാം എതിരാണ്. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലായാലും സാമൂഹ്യമായ ചാരിറ്റി വർക്കിലായാലും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതിന് വിരുദ്ധമായ രീതിയിലാണ് ഈ നിയമസംഹിത ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പോൾ അത് ക്രൈസ്തവർക്ക് മാത്രമല്ല, നിയമവ്യവസ്ഥ അനുസരിച്ച് എല്ലാവർക്കും ഇത് ബാധകമാകും. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത്, അല്ലാണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല. നമുക്ക് നിയമവാഴ്ച ഉണ്ടാവണം നമ്മുടെ രാജ്യത്ത്. അത് സാമൂഹ്യനീതിക്കും സാമാന്യനീതിക്കും ഭരണഘടനയ്ക്കും യോഗ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഇന്നലെ ചർച്ച നടന്നു. ഇന്നലെ രാത്രി തന്നെ KCBC പിതാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എല്ലാം രാത്രിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻസ് അയച്ചു, നമ്മളുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു നിയമത്തെക്കുറിച്ച്. ഒന്നാമത് നമ്മുടെ രാജ്യത്തൊരു നിയമം നിർമ്മിക്കുമ്പോൾ, പാർലമെൻറ്റിലേക്കൊരു നിയമം വന്നാൽ അത് ആദ്യം പൊതുജനത്തിൻ്റെ ചർച്ചയ്ക്കായിട്ട് വിടുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ്. ജനങ്ങൾക്കിത് അറിയാനുള്ള അവസരം, എന്താണ് ഈ ഒരു നിയമം, ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു അവസരം ആ ഒരു സമയപരിധി നമുക്ക് സാധാരണ തരാറുണ്ട്. ഇവിടെ അതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാർലമെൻറ്റിലെ MP-മാർക്ക് ഈ നിയമത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള സമയവും അവസരവും കൊടുക്കണം, അതുണ്ടായിട്ടില്ല. ഈ നിയമം ഇനി വന്നാൽ തന്നെയും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ട് അവിടെയും പഠനം നടത്തി അവിടെയും ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരവും സ്വാതന്ത്ര്യമൊക്കെ നൽകിയിട്ടാണ് സാധാരണ ഒരു നിയമം പാസ്സാക്കുന്നത്. ഇതൊന്നുമില്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്ന് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ പാസ്സാക്കുമെന്നുള്ള രീതിയിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് ശരിയായിട്ടും ആശങ്കയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആശങ്കകൾ മാധ്യമങ്ങൾ വഴിയായിട്ടും നേരിട്ടും അധികാരികളെ അറിയിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് നമ്മൾ CBCI ലെവലിൽ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ നേരിട്ട് കണ്ട് വിഷയങ്ങൾ ധരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത്രയുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കതിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാം. സാറ് ഞങ്ങളോട് കൂടെ ഉണ്ട്, ജോണി പള്ളിവാതിക്കൽ സാറ്. അദ്ദേഹം സബ്ജക്റ്റ് എക്സ്പെർട്ടാണ്. ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന എക്സ്പെർട്ട് എന്നുള്ള നിലയിലാണ് സാർ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. അപ്പോൾ വിഷയസംബന്ധമായ എന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടെങ്കിൽ അതും സാറും കൂടെ സഹായിക്കുന്നതായിരിക്കും ക്ലാരിഫിക്കേഷൻസിന്.